അമ്മേ. അപ്പൊ മച്ചാമാരെ, മഴക്കാലോട് മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ഇടയ്ക്ക് ഞാൻ ഇതുപോലത്തെ ലോട്ടറികളൊക്കെ നമുക്ക് അടിച്ചു വിട്ടൂട്ടാ. അപ്പൊ ഇത് ഏകദേശം ഒരു 25 കിലോ വരുന്ന ഒരു കട്ട്ള മീനാണ്. അപ്പൊ ഇവനെ വെച്ചിട്ട് ഒരു കിടുക്കാച്ചി പരിപാടി നമ്മൾ നോപ്പിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ മീൻകുട്ടനെ ആദ്യം ഒന്ന് ക്ലീൻ ആക്കി ചെതമ്പ് കളഞ്ഞെടുക്കാനുള്ള പരിപാടി നോക്കാം. അതുകൊണ്ട് വലിച്ചു കളയാനുള്ള പരിപാടിയാണ് നോക്കുന്നത് കേട്ടാ. അങ്ങനെ ചെതമ്പല് കുത്തിയ മീനെ ഇനി ക്ലീൻ ആക്കാനുള്ള പരിപാടി നോക്കാം. ഓ മുട്ട. ഇനി എന്റെ ചെകിളപ്പൂ കണ്ടാ നോക്കിയേ, എന്തൊരു വലുതാ നോക്കിയേ. നമുക്ക് റിമൂവ് ചെയ്യാനുള്ളതാണ്. ഒരു പൂ വിരിഞ്ഞിട്ടുള്ള അരിയില്ലേ, കളയാണേ. ഇനി നമ്മുടെ മീൻ കുട്ടനെ നമുക്കൊന്ന് കഴുകിയെടുക്കാട്ടാ. അങ്ങനെ വരഞ്ഞെടുത്ത മീനിനെ മാറ്റി വെച്ചിട്ട് മസാലക്കുള്ള പരിപാടികൾ നോക്കാട്ടാ. ഇനി നമ്മുടെ സവാള അരിഞ്ഞെടുക്കാനുള്ള പരിപാടി നോക്കാം. ഇത് നമ്മുടെ ഇഞ്ചിയാണ്. ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാട്ടാ. കൂട്ടത്തിൽ കുറച്ച് കടുക്, അടിപൊളി വേപ്പിലയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാട്ടോ. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടിയാണ്. ഇനി കുറച്ച് ഫിഷ് മസാല ഫ്ലേവറിന് വേണ്ടി മാത്രം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നല്ലോണം മൂക്കാനായിട്ട് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മസാല നോക്കി നല്ല അടിപൊളി പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന്, മുങ്ങിയല്ല പകുതി മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്. ഈ മീനെ നമ്മൾ അങ്ങനെ തന്നെ കറി വെച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മീനെ നേരെ പതിയെ മീൻ കറിയിലേക്ക് അങ്ങോട്ട് ഇറക്കിയിട്ട് കൊടുക്കുക. മോൾ ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് മസാലയൊക്കെ ഒഴിച്ച് സെറ്റാക്കി കൊടുക്കട്ടെ. അപ്പോൾ നല്ല ചൂടായിരിക്കും മൂടി. അടിപൊളി നോക്കിയേ, വെട്ടിത്തിളക്കേണ്ട നമ്മുടെ മീൻ കറി. 25 കിലോ മീൻ നമ്മൾ ഒരുമിച്ച് കഴിക്കാൻ പോവാണ്. നല്ല ചൂടുണ്ട് ചൂടുണ്ട്. എന്റെ മുന്നേ നോക്കി നല്ല സോഫ്റ്റ് പഞ്ഞിക്കട്ട പോലെ സോഫ്റ്റ് മീൻ. കുറച്ച് ചോറിട്ട് വെച്ചാലോ. ഒരു രക്ഷയില്ല, ചൂടണ്ട ചൂട്.